കഴിഞ്ഞ വർഷം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാർ ഈ വർഷം കൂടെ കാണണമെന്നില്ലല്ലേ? അതുപോലെ തന്നെ ഈ വർഷം കൂടെയുള്ള വ്യക്തികൾ അടുത്ത വർഷം നമ്മളെ കൂടെ കാണണമെന്നില്ല. ഓരോ മനുഷ്യൻ്റെയും വില നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവർ നമ്മളിൽ നിന്നും വിട്ടുപോകണം. അത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയൊരു വർഷം ഈ വർഷമായിരുന്നു. കാര്യം എൻ്റെ ഉപ്പ മരിച്ച് ഇത്തവണ എൻ്റെ കൂടെ ഇല്ല ആൾ. എൻ്റെ ഉപ്പ എൻ്റെ ജീവിതത്തിൽ പറയുമ്പോൾ ഉപ്പ, പക്ഷേ എൻ്റെ വാപ്പയുടെ സ്ഥാനം തന്നെയായിരുന്നു ആ ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിലുള്ളത്. എൻ്റെ വാപ്പ തന്നെയാണ്, ഞാൻ ഉപ്പാന്ന് ഇന്നുവരെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കുന്ന വാപ്പ വാപ്പ എന്ന സ്റ്റിൽ ഇപ്പോഴും എന്നും എൻ്റെ വാപ്പ തന്നെയാണത്. ഈ വർഷം എൻ്റെ ഉപ്പ എൻ്റെ കൂടില്ല, അതെനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പക്ഷേ നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. ആൾ കൂടില്ല, പക്ഷേ എവിടേക്കോ നമ്മൾ കൂടെ ഉള്ളൊരു തോന്നലാണ്. അപ്പം എല്ലാ വർഷവും നോമ്പ് പെരുന്നാളാവട്ടെ ഏത് പെരുന്നാളാവട്ടെ നമ്മളെല്ലാം ഒരുമിച്ചിരുന്നേ കഴിക്കൂ. ഇത്തവണ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഗ്യാപ്പ്, ആ വ്യക്തി അവിടെ ഇല്ലായ്മ, അത് നല്ലപോലെ ലൈഫിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട് എല്ലാ രീതിയിലും. ലൈക്ക് ആ ഒരു വ്യക്തി പോയപ്പോഴാണ് ആ വ്യക്തി ആരൊക്കെയോ ഒക്കെ ആയിരുന്നു നമ്മൾ തിരിച്ചറിയുന്നത്. ഈ വർഷത്തെ നോമ്പ് പെരുന്നാൾ എനിക്ക് അത്യാവശ്യം വിഷമം നിറഞ്ഞതായിരുന്നു. പല പല കാരണങ്ങളാൽ പെരുന്നാൾ ഒരു ദിവസം നേരത്തെ വന്നതുകൊണ്ട് തന്നെ എൻ്റെ കച്ചവടത്തിന് അത്യാവശ്യം നല്ലപോലെ അത് അഫക്റ്റ് ചെയ്തു. അതുപോലെ എന്തൊക്കെയോ മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി, ഭയങ്കര വിഷമമൊക്കെ നിറഞ്ഞൊരു പെരുന്നാളായിരുന്നു. പക്ഷേ ഇൻഷാ അല്ലാഹ് അടുത്ത തവണ പഠിച്ചാൽ ഇതിലും നല്ലൊരു പെരുന്നാൾ തരുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അതുപോലെ വീട്ടിൽ ചെന്നപ്പം എല്ലാവരും നമ്മളെ കസ്റ്റമേഴ്സായിട്ട് നമ്മളെ ഫാമിലി ഫുൾ അങ്ങനെ എല്ലാവരുടെ കയ്യിലും സ്റ്റേനും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്.